ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങളെ പൊളിറ്റിക്കലി അല്ല, നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംബാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും. അതായത് നിങ്ങളെ ഒലച്ച് കളയും, ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും. അതാണ് മനസ്സിൽ തലയിൽ വെച്ചോണം. ഇത് മുസ്ലിങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്ന കിംവദന്തികൾ കൊണ്ടും അവർക്കെതിരെ കലാപങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് പലപ്പോഴും ഹിന്ദു ബോധമുണ്ടാക്കുന്നുള്ളൂ, പൊതുബോധമുണ്ടാക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം ജാതി ബോധമാണ് ഇന്ത്യക്കാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കകത്ത് ഹിന്ദുത്വം വികസിക്കാൻ അവർ എപ്പോഴും ചെയ്തൊരു കാര്യം മുസ്ലിം വിരുദ്ധമായൊരു പൊതുബോധം. മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ, ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ അകത്തുള്ള അവർണ സവർണ വൈരുദ്ധ്യത്തെ അവർ മായ്ച്ചു കളഞ്ഞു. അല്ലെ, ഹിന്ദുക്കളുടെ അകത്ത് എപ്പോഴും പരസ്പരം പോരടിക്കുന്ന, സവർണരോട് പോരടിക്കുന്ന ദലിതരെയും പിന്നോക്കക്കാരെയും, അല്ലെങ്കിൽ ആധിപത്യത്തിന് വശംവദരല്ലാത്ത, ബ്രാഹ്മണ പൗരോഹിത്യത്തിന് വശംവദരല്ലാത്ത, അവരുടെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂട്ടുമായിരുന്ന ജനവിഭാഗങ്ങൾ ബ്രാഹ്മണിസത്തിനെതിരെ എപ്പോഴും ചെറുത്ത് നിന്നിട്ടുണ്ട്. ഈ ചെറുത്ത് നിന്ന വിഭാഗങ്ങളെ മുസ്ലിങ്ങൾ നമുക്കൊരു പൊതുശത്രു ഉണ്ടായിരിക്കുന്നു, ആ പൊതുശത്രുവിനെതിരെ നമ്മൾ ഒന്നായിരിക്കണമെന്നുള്ള ഒരു ബോധമുണ്ടാക്കിക്കൊണ്ടാണ് ഹിന്ദുത്വം ഇവിടെ വികസിച്ചു വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു മുസ്ലിം വിരുദ്ധ പദ്ധതിയുണ്ട്. ഈ മുസ്ലിം വിരുദ്ധ പദ്ധതിയെ നമ്മൾ ഒരു രാഷ്ട്രീയ സ്ഥാപനമായി കണക്കാക്കണം. അത് പണ്ട് 1900 ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, ഇന്ത്യയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. മുസ്ലിം ആക്രമണകാരിയാണെന്നൊരു കെട്ടുകഥ, അല്ലേ? ടിപ്പു സുൽത്താനെ പോലുള്ള മഹാന്മാരായ രാജാക്കന്മാർ മതഭ്രാന്തരായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിരുന്ന മുസ്ലിം ഭരണകൂടങ്ങൾ ആക്രമണകാരികളായിരുന്നു എന്നൊക്കെ പറയുന്ന കെട്ടുകഥകളിലൂടെ ഉണ്ടാക്കിയ ഒരു ചരിത്രബോധം അവർ പണ്ട് മുതലേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ജനങ്ങൾക്കകത്തേക്ക് ഹിന്ദു വൈരുദ്ധ്യം, ഹിന്ദുക്കൾക്കിടയിലുള്ള സവർണാവർണ വൈരുദ്ധ്യം തേച്ച് കളയുന്നതിനു വേണ്ടി അവർ മുസ്ലിം വിരുദ്ധ പൊതുബോധം ഉണ്ടാക്കിയെടുക്കുകയും ഈ പൊതുബോധത്തിന് ഒരു ആഭ്യന്തര ശത്രുവായി, ഒരു അപരശത്രുവായി മുസ്ലിമിനെ പ്രതിഷ്ഠിക്കുകയും തൊട്ട് പുറകിൽ ബാഹ്യശത്രുവായി, പുറം ശത്രുവായി പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരൊരു രാഷ്ട്രീയ സംവിധാനമായി ഉയർന്നു വന്നു. ഇതിന് നമ്മുടെ മതേതര ശക്തികൾക്ക് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അല്ലെ, ശക്തി ദൗർബല്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരുടെ, നമ്മുടെ ന്യൂനപക്ഷ സങ്കല്പങ്ങളുടെയൊക്കെ ക്രമത്തിനനുസരിച്ച് അവ തകരാറിലായതുകൊണ്ടാണ് ഇവർക്ക് വികസിച്ചാൽ വന്ന് പറ്റിയത് നമുക്കറിയാം. എങ്കിൽ പോലും മുസ്ലിം വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇവർ ഈ 3 നിയമങ്ങൾക്ക് പിന്നിൽ ഉള്ളതെന്നുള്ളത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ സമരം ആദ്യമായിട്ട് കത്തിപ്പടർന്നത് മുസ്ലിം ജനവിഭാഗങ്ങളിൽ തന്നെയാണ്. ജാമിയ നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ സമരങ്ങളുടെയും, ഇന്ത്യയിലെ പുരോഗമനത്തിന്റെ നെടുന്തുക്കോട്ട, തായ് പേരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളെപ്പോഴും പറയുന്ന JNUവിലൂടെ അല്ല ഈ സമരം വന്നത്. JNUവിൽ ഈ സമരത്തിന് പകരം നടന്നത് ഒരു ഫീസ് കുറയ്ക്കാനുള്ള സമരമാണ്. ആ സമരത്തെ തള്ളിപ്പറയുകയല്ല, മറിച്ച് ജാമിയ മിലിയയിൽ നിന്നാണ് ഈ സമരം ആരംഭിച്ചത്. അതേപോലെ തന്നെ എനിക്കറിയാം, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് മുസ്ലിം സംഘടനകളുമായിട്ട്, എല്ലാ തരത്തിലും മുസ്ലിം സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു രാഷ്ട്രീയവും നോക്കാതെ ഏത് മുസ്ലിം സംഘടനയുടെയും അതിൻ്റെ പേരിൽ ഒരുപാട്, എങ്കിൽ പോലും എനിക്കറിയാം ആദ്യത്തെ UAPA ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ തരത്തിലുള്ള നിയമം അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് മുസ്ലിം ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ സംഘടനകളിലേക്കോ എല്ലാത്തിലേക്കും കത്തിപായിക്കാം, പ്രതികാരയുക്തിയോടുകൂടി അവരെ തടവറയിലിടാം എന്നുള്ള നിലയിൽ പഴയ നിയമം ശക്തമല്ലാത്തത് കൊണ്ട് പുതിയ രീതിയിൽ ഭേദഗതി ഉണ്ടാക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള പുതു സംഘടനകളെയും അതിൽ നിന്ന് പുതിയതായിട്ട് ഉയർന്നു വന്ന വിജ്ഞാനദാഹികളായ ചെറുപ്പക്കാരികളെയും ഭരണകൂട ഭീകരതയ്ക്ക് വിധേയമാക്കാനാണെന്നുള്ള കാരണത്തിനു വേണ്ടിയാണ് UAPA നിയമം അവർ ഭേദഗതി വരുത്തിയത്. അന്ന് മുതൽ കേരളത്തിലെയും ഇന്ത്യയിലെയും തെരുവുകൾ അശാന്തമായിരുന്നു. ഇന്ത്യയിലെ ചിന്തിക്കുന്ന മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരും, വിജ്ഞാനത്തിൽ പോയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ നമുക്കറിയാം, കേരളത്തിലെ സാമൂഹ്യ ചരിത്രം എടുത്തു നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക സമൂഹമായിരിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ്.
കോഴിക്കോട് പോലുള്ള മേഖലകളിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നത്, ഏറ്റവും കൂടുതൽ മാസികൾ ഇറങ്ങുന്നത്, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, ഏറ്റവും കൂടുതൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിവ് നേടി, പണ്ട് മറ്റുള്ളവർ പറഞ്ഞു നിന്ന് തലകുലുക്കി പോകുന്നവരാണെങ്കിൽ ഇന്ന് അവരോട് നേരിട്ട് നിന്ന് തർക്കിക്കാൻ ശേഷിയുള്ള ആധുനിക വിജ്ഞാനത്തിൻ്റെയും ആധുനിക സാമൂഹ്യ ചിന്തയുടെയും കൂടെ വലിയ ഒരു സാമൂഹ്യ ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഭാഗം, ഒരു കർത്തൃത്വം എന്ന് പറയാവുന്ന രീതിയിൽ വികസിച്ചിരിക്കുന്നു മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന്. നമുക്കറിയാം എല്ലാ സാമൂഹ്യ വിപ്ലവങ്ങളും അതിനു മുമ്പ് ഒരു വിജ്ഞാന സ്ഫോടനം സമൂഹത്തിൽ നടക്കും. ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ലൂതറിന്റെ ബൈബിൾ പരിഭാഷകളുടെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ബഹുജനങ്ങളിലേക്ക് എത്തിയപ്പോഴാണ്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള സമരം നടന്നത് എവിടെ വെച്ചാണ്? തീർച്ചയായും ഈ ആക്രമണകാരികളാന്ന് പറയുന്ന മുസ്ലിം രാജാക്കന്മാർ അവരുടെ സ്വാധീനത്തിലൂടെ ഖുർആൻ ഇവിടെ എത്തിച്ചേരുകയും ഇന്ത്യയിലെ ബഹുജനങ്ങളെ സംബന്ധിച്ച്, കീഴാളരെ സംബന്ധിച്ച് അവരുടെ ദേവശാസനങ്ങൾ, അവരുടെ മതഗ്രന്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഐത്തത്തെയും കീഴാളരെ അടിച്ചോടിക്കാനും കൊല്ലാനും മാത്രം ആഹ്വാനം ചെയ്യുന്നതാണ്. അവിടെ ഒരിക്കലും പാരസ്പര്യമില്ല, സമാധാനമില്ല, സാഹോദര്യം ഒറ്റ ഗ്രന്ഥത്തിലുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ദേവശാസ്ത്രങ്ങൾക്കുള്ളിലാണ്, ദൈവിക പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലാണ് ജാതി വ്യവസ്ഥ ഉള്ളതെന്ന് ഡോക്ടർ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത്. ഇതിന് വിരുദ്ധമായി ഖുർആനിൽ നിന്നും ഉള്ള പാഠങ്ങൾ ഇന്ത്യയിലെ ബഹുജനങ്ങളിലെത്തിയപ്പോഴാണ് നമുക്കാദ്യമായിട്ട് ഭക്തി പ്രസ്ഥാനം ഉണ്ടാവുന്നത്. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഭക്തി പ്രസ്ഥാനമാണ് നമുക്കൊരു ജനാധിപത്യത്തെ പറ്റി, സാഹോദര്യത്തെപ്പറ്റി, സമത്വത്തെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. ഈ ഭക്തി പ്രസ്ഥാന കാലം ഒരു സാമൂഹ്യ വിപ്ലവത്തിന് പിൽക്കാലത്ത് ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങളിലെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായ പോലെ തന്നെ ഇന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എനിക്കറിയാവുന്ന വെച്ചും മുസ്ലിം ചെറുപ്പക്കാർ പഴയ പോലെയല്ല. അവരുടെ ഇടയിൽ പുതിയ തരത്തിലുള്ള ഉണർവ് രൂപപ്പെട്ടിരിക്കുന്നു. അവരെപ്പോഴും ഗെയിൽ ഓംദത്ത് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. അവർ പറഞ്ഞൊരു സമവാക്യമുണ്ട്. നമ്മുടെ ഗാന്ധി, മഹാത്മാഗാന്ധി അടക്കമുള്ളവർക്ക് ഒരു തിയറി ഉണ്ടായിരുന്നു. അവര് രാമൻ റഹീം ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഉയർത്തും. പക്ഷെ ആ രാമൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വളരെ ദേശീയ നേതാവും വളരെ പ്രധാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും മറ്റ് 2 അനിയന്മാരും എന്ന നിലയിൽ എപ്പോഴും രാമന്റെ സ്വരം വന്നതിന് ശേഷമേ റഹീമിൻ്റെയും ഡേവിഡിൻ്റെയും സ്വരം വെക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇന്ത്യയിലെ നമ്മുടെ സ്വരം, നമ്മളുടെ സംസാരത്തിൻ്റെ രീതി അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഗെയിലം ദോത്ത് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. മഹത്തായതാണോ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ പ്രീണിപ്പിച്ച് നിർത്തുന്ന ഹൈന്ദവ പ്രമാണങ്ങൾ മഹത്തായിട്ട് ഇന്ത്യയിലെ വൈദിക അധികാരമുള്ളവർക്കല്ലാതെ കീഴാളർക്ക് ഒരിക്കലും തോന്നിയില്ല. കാരണം അവനെ അകറ്റി നിർത്തുന്നതാണ്, അകറ്റി നിർത്തുന്നതാണ് ആ ഗ്രന്ഥം എന്നതുകൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് പേർ, ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് പേർ മുസ്ലിം ജനങ്ങളിലേക്ക് മുസ്ലിം മതപരിവർത്തനം നടത്തി. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവം എന്ന് പറയുന്നത് ഒന്ന് മതരൂപീകരണം നടത്തുക. ഇന്ത്യയിലെ കീഴാളർ അനേകം മതരൂപീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് സിഖ് മതം എന്ന് പറയുന്നത്. ഇവിടുത്തെ പൊയ്യിലപ്പച്ചൻ്റെ മതമായാലും ശ്രീനാരായണ മതവും അങ്ങനെ ഇന്ത്യയിലെ കീഴാളറിൽ നിന്ന് രൂപപ്പെട്ട ആയിരക്കണക്കിന് നൂറുകണക്കിന് മതങ്ങൾ അവർ നടത്തിക്കൊണ്ട് ഹൈന്ദവതയോട് എതിർത്ത പോലെ തന്നെ മതപരിവർത്തനം നടത്തിക്കൊണ്ടും അവർ ഹൈന്ദവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഗതി രൂപപ്പെടുന്നത്. ഞാനധികം പറയുന്നില്ല സുഹൃത്തുക്കളെ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു സാമൂഹ്യ വിപ്ലവമാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ, അമ്മമാരുടെ, അവരുടെ എല്ലാം മുൻകൈയിൽ നടക്കുന്ന മുസ്ലിം പ്രദേശങ്ങൾ തീർച്ചയായിട്ടും ഈ സമരത്തിന് മുസ്ലിങ്ങൾ ബഹുജനങ്ങളാണെന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു സിവിൽ സമരം തന്നെയാണ്. സിവിൽ സമൂഹം തന്നെയാണ് ഇത് അണിനിരന്നിരിക്കുന്നത്. ഈ സമരത്തിനകത്ത് മുൻ സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട്, ഇന്ത്യയിലെ പ്രഗത്ഭ വക്കീലന്മാരുണ്ട്, ഇന്ത്യയിലെ കലാകാരന്മാരും കലാകാരികളും സിനിമാ ഫീൽഡിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും മുസ്ലിം ജനവിഭാഗങ്ങൾ ഉയർത്തെഴുന്നേറ്റ് തെരുവുകളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു സമാധാനപരമായ ഗൗരവമായ ഒരു രാഷ്ട്രീയ സമരം നമ്മളെ നയിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഈ നിയമങ്ങൾ
നമ്മളെ ഒറ്റപ്പെടുത്താനും പുറന്തള്ളാനും ഉന്മൂലനം നടത്താനും കഴിയുന്ന ഒരു ഹിന്ദുത്വ പരീക്ഷണശാലയിൽ നിന്ന് ഉണ്ടാക്കിയ വംശശുദ്ധിയുടെ ഒരു രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുകയും ബഹുജനങ്ങൾ മിണ്ടാതെ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുകയും ചെയ്യുമായിരുന്നു. ഈ നിശബ്ദതയെ ഭേദിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിന്റെ രാഷ്ട്രീയത്തിന് ചെക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഫാസിസ്റ്റുകളെ തോൽപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഹിന്ദു പുരോഗമനകാരികൾക്ക് കഴിഞ്ഞില്ല. കാരണം അവർ പലപ്പോഴും മൃദു ഹിന്ദുത്വത്തിലേക്ക് വ്യതിചലിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം ഹിന്ദുക്കളുടെ അകത്തെ വോട്ടുകൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് മാത്രമേ ആർക്കും നിൽക്കാൻ കഴിയുമുള്ളൂ. നമ്മൾ കണ്ടല്ലോ കെജ്രിവാളിന്റെ കാര്യം. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിൽ പോലും ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയത്തിന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുമ്പോൾ ഹിന്ദു പൊതുബോധത്തിന്, അതിൽ തന്നെ സവർണ ഹിന്ദുക്കളുടെ ബ്രാഹ്മണ പൊതുബോധത്തെ അതിനധികം സ്പർശിക്കാൻ കഴിയില്ല. അതിന് ഇളക്കി മറിക്കാനോ പ്രശ്നവൽക്കരിക്കാനോ ധൈര്യമില്ല. മറിച്ച് കീഴാളരും മുസ്ലിങ്ങളും അവരൊക്കെ നടത്തുന്ന സമരങ്ങൾക്ക് മാത്രമേ ഇവിടെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യാത്തോടത്തോളം കാലം നമ്മൾക്ക് ജനാധിപത്യം ഉണ്ടാക്കാൻ കഴിയില്ല, സമത്വം ഉണ്ടാക്കാൻ കഴിയില്ല, സാഹോദര്യം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഇത് നേരെ വിരുദ്ധമാണ്. അതിൽ ദൈവിക സങ്കല്പങ്ങളില്ല, ദൈവം അല്ല ഇതിലുള്ളത്. കൊല്ലയാളികളായ അവതാര പുരുഷന്മാരാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഈ രീതിയിൽ പാറ്റേൺ ചെയ്തിരിക്കുന്ന ഒരു സമുദായത്തിനകത്ത് കൂട്ടക്കൊലകൾ നടത്തിയ ഒരു മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത്. കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത അതിന് ഗൂഢാലോചനക്കാരൻ ഒരാളാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നത്. ആ മനുഷ്യനാണ് പറയുന്നത്, ഇന്ന് ഇന്ത്യയിലെ തെരുവിലായിരക്കണക്കിന് പേർ സമരം ചെയ്യുന്ന കുട്ടികളും അമ്മമാരും സ്ത്രീകളും വിദ്യാർത്ഥികളും അവരോട് പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പുരോഗമന സമൂഹം ഒറ്റക്കെട്ടായി സമരം ചെയ്യുന്നതിനെ പറ്റി ആ മനുഷ്യൻ പറയുന്ന വാക്കെന്താണ്? തുക്കട തുക്കട ഗാങ് എന്നാണ് പറയുന്നത്. അത് മാത്രമാണോ? ഈ സമരത്തിലൂടെ ഏത് രാഷ്ട്രീയ കക്ഷിയായാലും, ഏത് ഇന്ത്യ ഭരിച്ചിരുന്ന ഏത് കക്ഷിയായാലും, അത് പിന്തിരിപ്പന്മാരാവട്ടെ, വലതുപക്ഷമാവട്ടെ, ഇടതുപക്ഷമാവട്ടെ, അവരെങ്കിലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സമരത്തിൽ നിന്ന് പാഠം പഠിക്കുക ആയിരുന്നു. അവരൊരിക്കലും ബഹുജനങ്ങൾ ഇത്രമാത്രം എതിർക്കുന്നതിൽ ഞങ്ങൾ പിൻവലിയും, ഞങ്ങൾക്ക് അപമാനമില്ലാത്ത ഞങ്ങൾ ഈ നിയമം അല്ലെങ്കിൽ ഞങ്ങൾ ഈ നടപടിയായിട്ട് പോകില്ലെന്ന് പ്രഖ്യാപിക്കും. മറിച്ച് ഇവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം ഫാസിസ്റ്റുകൾ ബുദ്ധിശൂന്യരാണ്. അവർക്ക് രാഷ്ട്രീയ ഘട്ടത്തെ തിരിച്ചറിയാൻ കഴിയില്ല. അവർ വളരെ ഐതിഹ്യകരമായ ഒരു കാലഘട്ടത്തിലാണ്, ഒരു കാൽപ്പനിക സാമ്രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ബഹുജനങ്ങളുടെ സമരം, പ്രതിഷേധങ്ങൾ ഒന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി 2-3 ദിവസം മുമ്പും പറഞ്ഞിരിക്കുകയാണ്, രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളത് കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? ഇന്ത്യയിലെ 12 ഗവൺമെന്റുകൾ, 12 സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനെതിരെ നിൽക്കുകയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ മാത്രമല്ല, ഭരണപക്ഷ കക്ഷികളെ പോലെയുള്ള പല കക്ഷികൾക്കും ഇതിന്റെ പ്രതിസന്ധി രൂപപ്പെട്ട് ഇത് ബഹുജനങ്ങൾക്കിടയിൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രധാനമന്ത്രി പറയുന്നതിന് കാരണം രാഷ്ട്രം നന്നാക്കാനാണ് പറയുന്നത്. രാഷ്ട്രം എങ്ങനെയാണ്? രാഷ്ട്രം നന്നാക്കപ്പെടുമോ? രാഷ്ട്രം എന്താണ്? ഡോക്ടർ അംബേദ്കർ ഒക്കെ പറയുന്നത്, രാഷ്ട്രമെന്ന് പറയുന്നത് ഒരു സ്വച്ഛന്തയോട് നിലനിൽക്കണമെങ്കിൽ, അല്ലേ രാഷ്ട്രം അനിശ്ചിതത്വത്തിലേക്കും കുഴപ്പങ്ങളിലേക്കും ചാടാതിരിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. അതായത് ന്യൂനപക്ഷങ്ങളാണ് ഇന്ത്യയിലെ ജനത, ഒരു രാഷ്ട്രത്തിന്റെ ഊടും പാവും നെയ്യുന്നവർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇന്ത്യയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന പോലെ, ബഹുജന ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ചോര ചിന്തി. അതിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഏറ്റവും കൂടുതൽ ത്യാഗമുള്ള ഒരു ജനവിഭാഗമാണ് ഇന്ത്യയെ നിർമ്മിച്ച ജനവിഭാഗം. ഈ ജനവിഭാഗത്തിന് വേണ്ടി ഭരണഘടന, ഈ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ പോലുള്ളവർ പറഞ്ഞു, ഏക സിവിൽ കോഡിനെ പറ്റിയുള്ള ചർച്ചകൾക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രമെന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വച്ഛന്തമായി അവരുടെ വിശ്വാസം പുലർത്താൻ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ എല്ലാ തരത്തിലുള്ള ഉണർവും ഉയർച്ചയും സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് രാഷ്ട്രം നിലനിൽക്കണം. അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്നത്
ശിഥിലമായി പോവും. ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നം സംഭവിക്കുന്ന സ്ഥലത്ത് രാഷ്ട്രമുണ്ടാവില്ല. അതിന് ഉദാഹരണം അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെയും അയർലൻഡും തമ്മിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കറിയാം സമീപകാലത്ത് ഉണ്ടായ കാര്യങ്ങൾ. കാശ്മീർ എന്തായിരുന്നു? കാശ്മീർ അസ്വസ്ഥ മേഖലകളായി, ശ്രീലങ്ക അസ്വസ്ഥ മേഖലകളായി, ലോകത്തിലെ പല സ്ഥലത്തുകളും ന്യൂനപക്ഷങ്ങളെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാത്ത, അതിൻ്റെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാത്ത, അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് അവർ പറയുന്ന രീതിയിലുള്ള എല്ലാ ഒരു തരത്തിലും നിയന്ത്രണങ്ങളില്ലാത്ത, ഉപാധികളില്ലാത്ത പിന്തുണ കൊടുക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ.